സുഹൃത്തുക്കളെ, നിങ്ങളെന്താണ് ഈ ഇമേജിൽ കാണുന്നത്? ഞാൻ ഈ ചോദ്യം പലരോടും ചോദിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തരുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. കാരണം എല്ലാവരും പറയും, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാകാം. എല്ലാവരും പറയുന്നത് നിങ്ങൾ ഒരു കറുത്ത ഡോട്ട് കാണുന്നു, ശരിയല്ലേ? അതിന് ഉപരിയായി മറ്റെന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരമെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. അല്ലെങ്കിൽ എന്നോട് എൻ്റെ മലയാളം സാറാണ് പണ്ടൊരിക്കൽ ക്ലാസ്സിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചത്. അന്ന് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ഒരു ഡോട്ട് കാണുന്നു, കറുത്ത ഡോട്ട് കാണുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും കാണുന്ന ഒരു വലിയ വൈറ്റ് പേപ്പറിന് നടുവിലായി ഒരു ചെറിയ ഡോട്ട് വരച്ചിട്ട് അതിൽ കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഈ ചെറിയ ഡോട്ട് കണ്ടു, പക്ഷേ നിങ്ങളാരും ആ വൈറ്റ് പേപ്പർ കണ്ടില്ല. അതിന് ചുറ്റും അത്രയും കൂടുതലായുള്ള വൈറ്റ് പേപ്പർ നമ്മൾ കാണാൻ പറ്റുന്നില്ല. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, നമ്മളും ഇങ്ങനെ തന്നെയല്ലേ? എല്ലാ കാര്യത്തിലും, എല്ലാ മനുഷ്യരിലും, എല്ലാവരിലുമുള്ള അത്രയും വെളുത്ത അല്ലെങ്കിൽ അത്രയും വ്യക്തമായ അവരുടെ നല്ല ഭാഗങ്ങൾ, നല്ല കൃത്യതയുള്ള ഭാഗങ്ങൾ കാണാതെ നമ്മൾ അവരിൽ കാണുന്നത് വളരെ ചെറിയ മിസ്റ്റേക്കുകളും വളരെ ചെറിയ തെറ്റുകളും മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് തന്നെ അറിയാം, കർണാടകയിൽ നടന്ന പ്രശ്നത്തിൽ എ റഹീം MP അവിടെ പോയി അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച് അദ്ദേഹം ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്കറിയാം. ആ ഒരു പ്രശ്നം 100-300 കുടുംബങ്ങൾക്ക് വേണ്ടി, അത്രയും മനുഷ്യർക്ക് വേണ്ടി അയാൾ അവിടെ പോയതോ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചതോ അദ്ദേഹം സ്വരമുയർത്തിയതോ ഒന്നും നമ്മളിൽ പലരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന ചെറിയൊരു വാക്കുപിഴ നമ്മളെല്ലാവരും കണ്ടു. അതിനെക്കുറിച്ച് വിമർശിക്കാനും അതിനെ കളിയാക്കാനും ഭൂരിഭാഗം ആൾക്കാരും മലയാളികൾ എന്ന രീതിയിൽ നമ്മളെല്ലാവരും തയ്യാറാകുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്? അടുത്ത വീട്ടിലെ തോമാച്ചേട്ടൻ മരിച്ചെന്ന് പറഞ്ഞാൽ അതിന് കീഴെ നമ്മൾ ഉറപ്പായും ഒരു ലൈക്ക് കൊടുക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ ജയിലിലായെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈക്ക് കൊടുക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സുനാമി ഉണ്ടായെന്ന് പറഞ്ഞാലോ എവിടെയെങ്കിലും ഒരു പ്രളയമുണ്ടെന്ന് കണ്ടാലോ അതിനൊക്കെ ലൈക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ അതേസമയം ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം ഏതെങ്കിലും കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തിക്കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ വിഭിന്നശേഷിയുള്ള ഒരു കുട്ടി വന്ന് സ്റ്റേജിലൊരു പാട്ട് പാടിയാൽ നമ്മളതിനൊരു ലൈക്ക് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ കിടപ്പായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ ആരെങ്കിലും സഹായിച്ചാൽ നമ്മളതിനൊരു ലൈക്ക് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ കിടപ്പാടമില്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്താൽ അതിനെ നമ്മൾ ലൈക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ ലൈക്കുകളും എവിടെയാണ് നമ്മുടെ ഷെയറുകളും പോകുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും നല്ലതിനെ കൈ ഉയർത്തി സഹായിക്കാനും നമ്മൾ മനസ്സ് വെക്കാത്തോടത്തോളം കാലം ജീവിതവും സോഷ്യൽ മീഡിയയും എല്ലാം ഇതുപോലെ വെറുപ്പും വർഗീയതയും ഒക്കെ നിറഞ്ഞത് തന്നെയായിരിക്കും. അപ്പോൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഉറപ്പായും ഒരു ലൈക്ക് കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. അതിലൂടെ നിങ്ങൾ നന്മ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.